പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് സണ്ണി. നാട്ടിൽ ഇപ്പം ഞാൻ കട്ടപ്പനയാണ് താമസിക്കുന്നത്. നേരത്തെ അടുത്ത് മറ്റക്കരയായിരുന്നു. മറ്റക്കര കരിമ്പാനി കൊഴുനാനെടുത്ത്. അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് കട്ടപ്പനയ്ക്ക് പോയപ്പോൾ ഒരു 10-40 വർഷമായി. ഞാനവിടെ ജോലിയായിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. എവിടെ? നാട്ടിലോ? നാട്ടിൽ. ഓ അത് ശരി. കേരള സ്റ്റേറ്റ് ഇറിഗേഷൻ. ഓ ഓക്കെ. എന്ത് പഠിച്ചിട്ടാണ് അങ്ങോട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ്? ഓ അത് ശരി. ഇറിഗേഷൻ. ഓ ഓക്കെ. അപ്പോൾ 55 വർഷം വരെ നാട്ടിൽ ജോലി ചെയ്തു. ഓ ഓക്കെ. TM ജേക്കബ് സാറിൻ്റെ ഒക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് പോയിരുന്നു. ഇറിഗേഷൻ ജോലി കിട്ടാൻ ഏത് പോസ്റ്റിലായിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു? ക്ലറിക്കൽ പോസ്റ്റ്. ക്ലറിക്കൽ. ഓക്കെ ഓക്കെ. ഓഫീസ് സ്റ്റാഫായിരുന്നു. ഓക്കെ ഓക്കെ. ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നു അതോ? ആദ്യം കോട്ടയത്തായിരുന്നു. അവിടെ കളക്ടറേറ്റിൽ. ഞാൻ കോട്ടയത്ത് പിന്നെ ശിമാട്ടിയുടെ പുറകിലായിട്ടൊരു ഞങ്ങളൊരു ഓഫീസ്. ഓ ഇറിഗേഷൻ ഓഫീസുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കളക്ടറേറ്റോട് മാറി അവർ. പിന്നെ ഞങ്ങൾ പിന്നെ കട്ടപ്പനയ്ക്ക് പോകുന്നത് വെച്ചാൽ ഞാൻ ട്രാൻസ്ഫർ മേടിച്ച് പോകുന്നവർ. ഓ അത് ശരി. കട്ടപ്പന ഞാൻ 22 വർഷത്തോളം ജോലി ചെയ്തു. പേരെങ്ങനെയാന്ന് പറഞ്ഞാൽ? സണ്ണി. ഒഫീഷ്യൽ നെയിം അങ്ങനെ തന്നെയാണ്? ഡൊമിനിക്. കോട്ടയത്തൊക്കെ താമസിക്കായിരുന്നു, പോയി വരുമായിരുന്നോ? കോട്ടയത്ത് നിന്നും പോയി വരുമായിരുന്നു. കാരണം അവിടെ നിന്ന് കരിമ്പാനി നമുക്ക് പോയത്. അപ്പം അന്ന് അവിടെ കരിമ്പാനി നമ്മുടെ വീടുകളുണ്ട്, സ്വന്തക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു 1.5 വർഷം അവിടെ നിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തിരിച്ച് കട്ടപ്പനയ്ക്ക്. ഓക്കെ. ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി PSC വഴിയാണോ? ഓ അത് ശരി. അത് ഏത് വർഷമാണ് സാർ കയറിയത്? 87, 89 കാലഘട്ടത്തിൽ 90 ആയപ്പോൾ തന്നെ ഞാൻ കയറി. ഗ്രാജുവേഷൻ ആയിരുന്നു? ഞാൻ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അധികം ഇല്ലായിരുന്നു. പിന്നെ ഞാനൊരു പിന്നെ ടെസ്റ്റിലങ്ങ് പാസ്സായി. ഓ കറക്റ്റ്. ഓക്കെ ഓക്കെ. കോട്ടയത്തെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നതാണ് സത്യത്തിൽ? അതെ, ഈ പിന്നെ സൈഡ് കെട്ട് ഈ ചെക്ക് ഡാം. ഓക്കെ. പിന്നെ മേജറുണ്ട്. മൈനറിനകത്തുള്ളതാണ് ഇതെല്ലാം. മേജറിനകത്തുള്ളത് വലിയ ഡാമുകളുണ്ട്. പിന്നെ വലിയ സൈഡ് കെട്ടാണ് കൂടുതലും വരുന്നത്. ഈ നമ്മുടെ TM ജേക്കബ് കൊണ്ടുവന്ന ഒരു കനാൽ പരിപാടി ഇല്ലായിരുന്നോ? അതിൻ്റെ ഒരു ഭാഗം കോട്ടയത്തോടെ ഉണ്ടല്ലോ അല്ലേ? കുറച്ച് അല്ലേ? ബീച്ച് ഡാമിനകത്തൊക്കെ പെട്ടതാണ്. അങ്ങോട്ടെല്ലാം ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇറിഗേഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രി ആരായിരുന്നു സാറിൻ്റെ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി എനിക്ക് ഇഷ്ടമായിരുന്നു. അദ്ദേഹം നല്ല എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ എത്ര നാളായി അമേരിക്ക വന്നിട്ട്? 7 വർഷമായി. അപ്പോൾ ഇപ്പോൾ ഗ്രീൻ കാർഡൊക്കെ അല്ലേ? എല്ലാ വർഷവും ഗ്രീൻ കാർഡ് എല്ലാ വർഷവും വരാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഉണ്ടോ? രണ്ടുപേരും ഉണ്ട്. ഞാൻ എല്ലാ വർഷവും പോകുന്നില്ല. ചില വർഷം പോകും, എന്നാലും മിക്കവാറും എല്ലാ വർഷവും പോകുന്നുണ്ട്. നാട്ടിലാരുണ്ട് വേറെ മക്കളൊക്കെ? ഒരാൾ, എനിക്കൊരു മോനേ ഉള്ളൂ, എന്നോട് ഉണ്ട്. ഓക്കെ. MD ആൻഡേഴ്സനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം അനിയന്മാരും അവരൊക്കെ സ്വിറ്റ്സർലൻഡിലും. വീട്ടിലാരും ഇല്ല, നാട്ടിലാരും ഇല്ല, പുറത്തൊക്കെ എല്ലാവരും. അവരെല്ലാം ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു വരുന്നു. ഹ്യൂസ്റ്റണിൽ മാത്രമേ വന്നാൽ താമസിക്കാറുള്ളൂ അതോ വേറെ വല്ലയിടത്തൊക്കെ? ന്യൂയോർക്കിലായിരുന്നു ഞങ്ങൾ ആദ്യം. ന്യൂയോർക്കിലായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ മാറി. എൻ്റെ മോൻ്റെ ഭാര്യ വീടെന്ന് പറയുന്നത് ന്യൂയോർക്കിലായിരുന്നു. ഓ ശരി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വരാൻ കാര്യം. അവിടെ കുറച്ചാണെങ്കിൽ നിന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ അവിടെ പോയി ഒന്ന് നിൽക്കണം. വെരി ഗുഡ്. പിന്നെ ഇവിടെ ഏത് പള്ളിയിലാണ് പോകുന്നത്? സെൻറ്റ് ജോസഫ് പോകുമല്ലേ? ഓക്കെ ഓക്കെ. ഈ കുറേയോടെ അസോസിയേഷനെ പറ്റി പറഞ്ഞാൽ എന്താ സാറ് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്? കുറഞ്ഞാട് അസോസിയേഷനെ പറ്റി എനിക്ക് കൂടുതൽ പറയത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ ഒരു ഗസ്റ്റായിട്ട് വന്നത്. ആണോ? ഞാൻ കുറഞ്ഞാടുമായിട്ട് കേസായിട്ട് ഞാൻ ഷാജി ഒന്ന് ജോലി ചെയ്തിട്ടുണ്ടില്ലേ? ഞങ്ങളെല്ലാം ഒന്നിച്ച് ജോലി ചെയ്തു. ഓക്കെ ഓക്കെ. ചെമ്മണ്ണൂരായിരുന്നു ഞാൻ ജോലി. ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഓക്കെ. അതിപ്പോൾ നിർത്തിയാ, കടയിൽ നിർത്തി. ഓക്കെ. ജോലി ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളിങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഇച്ചിരി ഫാമിലിപരമായിട്ട് ഇച്ചിരി ബന്ധമുണ്ട്. ഓക്കെ ഓക്കെ. ഇതെല്ലാം വെച്ചാണ് ഞാൻ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ പോകുന്നത്. ചുമ്മാ നിൽക്കാൻ വീട്ടിൽ. ആലുക്കാസിൽ പോയില്ലേ? ആലുക്കാസിൽ ചേർത്തത്? ഓക്കെ ഓക്കെ. പോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും വിളിച്ചതാണ്. അല്ല, നിങ്ങളൊക്കെ ആ ഒരു ഫീൽഡിൽ നിൽക്കാൻ അറിയാവുന്നതുകൊണ്ടേ. ഞാൻ ഈ ലേഡീസ് സെൻ്റർ പോലെ സംഗതികളൊക്കെ പണ്ട് നടക്കും. വെരി ഗുഡ്. അപ്പോൾ എനിക്കതെല്ലാം നല്ല പരിചയമാണ്. ഈ ആൾക്കാരൊക്കെ വൈഫിന് ഗവൺമെൻറ് ജോലി വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, വൈഫിന് ജോലിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടി. സാറ് ഹാപ്പി ആയിരുന്നു റിലേഷനിൽ? അന്നേരം ഹാപ്പി, ഇപ്പോഴും ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. സാറിന് മുഖം കണ്ടാലും അറിയാം സാറ് ഹാപ്പി എല്ലാത്തിനും നമുക്കറിയാം. അറിയത്തില്ല. പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഹാപ്പിയാണ്. എന്തിനാ ഹാപ്പി അല്ലാതിരിക്കും? കുറച്ച് കാലത്ത് ജീവിതത്തിലേക്ക് നമ്മൾ ഹാപ്പി ആകുകയാണ് ഏറ്റവും നല്ലത്. അബ്സല്യൂട്ട്ലി. പ്രായമുണ്ട്, എന്നാലും കുഴപ്പമില്ല. വേറൊരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതിൽ പോയാനായിരുന്നു? ഇവിടെയോ? അല്ല, അവിടെ നാട്ടിൽ. ഇനി അഥവാ ഞാനിപ്പോൾ ഇറിഗേഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ?
ആഗ്രഹിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗവൺമെൻറ് ജോലി ഒന്നും ഇഷ്ടമായിരുന്നു. കളക്ടറേറ്റിലൊക്കെ ഞാൻ ഒത്തിരി വായിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഈ കളക്ടറേറ്റിലൊക്കെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗവൺമെൻറ് ജീവിതം എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോഴും നല്ല ഒബീഡിയൻ്റായിട്ട് വർക്ക് ചെയ്യാൻ നമുക്കറിയാം. പിന്നെ എല്ലാം നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത്. ആദ്യം പീഡബ്ല്യൂഡി കിട്ടിയായിരുന്നു കുറച്ചാലും. ഓക്കെ. ആണോ? അതെല്ലാം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറായിട്ട് വരുമല്ലോ, ഓൾമോസ്റ്റ് ലൈക്ക്. ഓക്കെ ഓക്കെ. ഇപ്പോഴും എമാരും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുമായിട്ടൊക്കെ പരിചയമൊക്കെ ബന്ധമുണ്ട്. വിളിക്കാറുണ്ട്. എന്നെ വിളിക്കാറുണ്ട്. ഒരു പിന്നെ എഴുമതിക്കാരൊരു എഞ്ചിനീയറുണ്ട്. പിന്നെ കോട്ടയത്തുള്ള ഒരാളുണ്ട്. പിന്നെ ഒത്തിരി പേരെല്ലാം മരിച്ചൊക്കെ പോയി. പ്രായം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ ഒരു 75 മുകളിലായി. സാർ ഏത് വർഷം റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞാൽ? 2005. ഓക്കെ, 20 വർഷമേ ഉള്ളൂ. നല്ല പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ സാറേ. അതൊക്കെയാണല്ലോ ദൈവത്തിൻ്റെ ഒരു കരുണ. ദൈവത്തിൻ്റെ കരുണയാണ്. അതെ, ഒരു ദിവസം ആബ്സല്യൂട്ട്ലി. അതെ അതെ, എല്ലാ ദിവസവും വെളിയിൽ പോകും. അതെ അതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതൊക്കെ ഇപ്പം. അതെ അതെ. ആണോ? സന്തോഷം. സാറിന് അമേരിക്ക പൊതുവെ ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ? ആദ്യം ഇത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇപ്പം ഇത്രയും വർഷം താമസിച്ചപ്പം ഒത്തിരി ഫ്രണ്ട്സ് ബന്ധങ്ങളൊക്കെ ആയി. അത് തന്നെ. ഓക്കെ ഓക്കെ. സാറ് വല്ല എഴുതുക വായിക്കുക അങ്ങനെ വല്ല എഴുതും? ഏതാ കൂടുതൽ എഴുതാറുള്ളത്? എനിക്ക് ദൈവവചനമായിട്ടാണ്. ഓക്കെ ഓക്കെ, ആത്മീയമായിട്ടുള്ള. അപ്പം അത് സുർബാനെ കുറിച്ചും ഞാൻ എഴുതാറുണ്ട്. ഓക്കെ ഓക്കെ, എഴുതാറുണ്ട്. അതുകൊണ്ട് വേറെ അങ്ങനെ വലിയ കവിതയൊന്നും എഴുതാറില്ല. എന്നാലും സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നോ? അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ തീർപ്പം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഫാദർ ഒരു മിലിറ്ററിക്കാരനായിരുന്നു. ഓക്കെ. മിലിറ്ററിയിലെ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. അവരെല്ലാം നല്ല പട്ടാളക്കാരുടെ ഇഷ്ടമായിരുന്നു. ഞാൻ ആ വഴിക്ക് പോകേണ്ടതായിരുന്നു. മനസ്സിലായി. എന്താ വ്യത്യാസം കൊണ്ടിങ്ങനെ പോകുന്നത്. ഇന്റർവ്യൂവിനൊക്കെ പോയത്. സാറ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടോ എവിടെയെങ്കിലൊക്കെ? ഞാൻ നോർത്ത് ഇന്ത്യയിലെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പറയാൻ പറ്റില്ല. ഇല്ല, ബാംഗ്ലൂർ പറയുന്നുണ്ട്. വേറെ എങ്ങും അങ്ങനെ അധികം പോയിട്ടില്ല? ബാംഗ്ലൂരിന് അപ്പുറത്തോട്ട് ഞാൻ പോയിട്ടില്ല. കാശ്മീരൊന്നും പോയിട്ടില്ല? ഇല്ല, ബോംബെ ഒന്നും പോയിട്ടില്ല. ബാംഗ്ലൂർ ഞാൻ കുറച്ച് നാളിങ്ങനെ ഈ പിന്നെ ഒരു കമ്പനിയിൽ ആദ്യം ജോലി കിട്ടുന്നതിന് മുമ്പ് വേറെ ആളുടെ കൂടെ പോയപ്പോൾ അതൊരു 25 വയസ്സിന് മുമ്പ്. ഓക്കെ ഓക്കെ. മോന് മെഡിക്കൽ ലൈനാണ്? നഴ്സിംഗ് ലൈനാണ്? വെരി ഗുഡ്. പരിചയം വരുമായിരിക്കുമോ? വരത്തില്ലായിരിക്കും അല്ലേ? വരത്തില്ല. സാറെന്തോ ചോദിക്കാൻ വന്നല്ലേ? എൻ്റെ നാട് കറുകിച്ചാലെന്ന് പറഞ്ഞു, ചങ്ങനാശ്ശേരി കേട്ടതാണ്. അതെ അതെ. ഓക്കെ. ഇതെല്ലാം എൻ്റെ പേര് സൂസൻ സാൽബി. എൻ്റെ സ്വദേശം കുറവിലങ്ങാട് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒന്നിനും കുറവില്ലാത്ത സ്ഥലമാണ് കുറവിലങ്ങാട്. അതുപോലെ തന്നെ മുത്തിയമ്മ, ഞങ്ങളുടെ പള്ളി ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. ആ പള്ളിയിലെ 3 നോയമ്പ് തിരുനാളാണ് ഏറ്റവും മഹത്തായ പെരുന്നാൾ. അതാണ് എൻ്റെ ഓർമ്മയിൽ കുറവിലങ്ങാട് എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സാൽബി. ഇന്ന് ഇവിടെ ഞങ്ങൾ കുറവിലങ്ങാട് അസോസിയേഷൻ ഓഫ് ഗ്രീറ്റർ ഹൂസ്റ്റൺ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് ഇന്ന്. അതിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിയാകുമ്പോൾ ഞങ്ങൾ പരിപാടി തുടങ്ങും. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു.
താങ്ക് യു. സാൽവി അമേരിക്കയ്ക്ക് വരുന്നതിന് മുമ്പ് എവിടെയൊക്കെയായിരുന്നു? ഞാൻ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് ആദ്യം സൗദിയിലായിരുന്നു ഒരു 9 വർഷം. അത് കഴിഞ്ഞ് അബുദാബിയിൽ 10 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹൂസ്റ്റണിൽ 2006 വന്നു. സൗദി അറേബ്യയിൽ ഏത് സ്ഥലത്തായിരുന്നു? അബുദാബിയിൽ ഏത് ഹോസ്പിറ്റലിലായിരുന്നു? അബുദാബിയിൽ ഞാൻ അൽബാഹ എന്ന സ്ഥലത്തായിരുന്നു. അത് ഇച്ചിരി റിമോട്ട് ഏരിയ ആണ്. അബുദാബിയിൽ സെൻട്രൽ ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ. സൗദിയിൽ എവിടെയായിരുന്നു? സൗദിയിൽ അൽബാഹ എന്ന് പറയുന്ന സ്ഥലത്താണ്. അൽബാഹ. ഓ, സൗദിയിൽ അൽബാഹ. ഓക്കെ ഓക്കെ. അവിടെ 8 വർഷം ഉണ്ടായിരുന്നു. 8 വർഷം. അത് നഴ്സിംഗ് ഒക്കെ പഠിച്ചത് എവിടെയാണ്? സ്കൂളുകൾ എവിടെയായിരുന്നു? സ്കൂള് കുറവലങ്ങാട് തന്നെയായിരുന്നു പഠിച്ചത്. ഗവൺമെൻറ് കുറവലങ്ങാട് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ചത് ബോംബെയിലാണ്. ബോംബെയിൽ ഏത് ഹോസ്പിറ്റലായിരുന്നു? BOL നായർ ഹോസ്പിറ്റൽ. ഓ, ദാദർ തന്നെ അല്ല, മുംബൈ സെൻട്രൽ. ബോംബെ സെൻട്രൽ. നായർ ഹോസ്പിറ്റൽ. ഓക്കെ. അവിടെ 3.5 വർഷം 4 വർഷം 3.5 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞ് അവിടെ ബോണ്ടുമല്ല? ബോണ്ടില്ല, 2 വർഷം ഡയറക്റ്റ് നഴ്സിംഗ് ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു സൗദിയിലൊക്കെ പോയിട്ട്. സാൽവിയായിട്ടുള്ള വിവാഹം എങ്ങനെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു കണ്ടുമുട്ടിയത്? അത് നാട്ടിൽ അറേഞ്ച് മാരേജ് ആയിരുന്നു. വെക്കേഷന് വന്നപ്പം വന്നു കണ്ടു, അങ്ങനെയുള്ള മാരേജ് ആയിരുന്നു. ഞങ്ങളുടെ ആൻസി എങ്ങനെ അറിയാവുന്നത്? ആൻസിയും ഞാനും ഒരുമിച്ച് 8 വർഷത്തോളം സെൻട്രൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ സിക്കായി കിടന്നപ്പോൾ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അബുദാബി ഏത് സ്ട്രീറ്റിലായിരുന്നു താമസമൊക്കെ? ഹംദാൻ സ്ട്രീറ്റ്. ഹംദാൻ സ്ട്രീറ്റിലായിരുന്നു. സാൽവി എവിടെയായിരുന്നു ജോലി ചെയ്തത്? സാൽബി അവിടെ ഒരു ഇലക്ട്രോണിക് കമ്പനിയിലാണ് ജോലി ചെയ്തത്. സാൽവിക്ക് നല്ല ജോലിയായിരുന്നു അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അബുദാബിയിലെ ജീവിതമാണോ അമേരിക്കയിലെ ജീവിതമാണോ ഹാപ്പി? രണ്ടും ഡിഫറെൻ്റ് ആണ്. അബുദാബിയിൽ നമുക്ക് അത്ര ഫ്രീഡം ഇല്ല. അമേരിക്കയിൽ ആദ്യം വന്ന് സെറ്റിലാകാനുള്ള ട്രബിളുണ്ട്. അത് കഴിഞ്ഞ് എവിടെയാണേലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫ്, അതെ അതെ, നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ അതിൻ്റെ ബെറ്റർ ലൈഫ് ഉണ്ടാവും, അതെ, ഫ്യൂച്ചർ ഉണ്ടാവും. ഐ തിങ്ക് ഓൺലി ഇൻ ദ ബിഗിനിങ് യു ആർ ലിറ്റിൽ സ്ട്രഗിൾ. അത് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ സെറ്റിൽ ചെയ്യാൻ പറ്റും. നാട്ടിൽ അവസാനം എന്നാണ് പോയത്? നാട്ടിൽ ഞാൻ പോയിട്ട് 2 ദിവസം മുമ്പ് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല. എയർപോർട്ടിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? എയർപോർട്ടിൽ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ. തന്നെയാണോ പോയത്? തന്നെയാണ് പോയത് ഈ വർഷം. അത് ശരി. സാൽവി നാട്ടിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? അങ്ങനെ നാട്ടിൽ എൻ്റെ പേരൻസ്, മമ്മി മരിച്ചു പോയി, ഡാഡി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വെക്കേഷന് പോയത്. സിബ്ലിങ്സ് ഒക്കെ? സിബ്ലിങ്സ് എല്ലാവരും, ഒരാൾ ഖത്തറിലുണ്ട്, ബാക്കി എല്ലാവരും നാട്ടിലാണ്. നാട്ടിൽ തന്നെയാണ്. ഇന്നത്തെ ഓണാഘോഷം ഇപ്പോൾ സെപ്റ്റംബർ അവസാനമായല്ലോ, 27 ആയി, 28 ഓണം. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് ശരിക്കും? ഇന്നത്തെ പരിപാടി നമുക്ക് വെൽക്കം സ്പീച്ചാണ്. ഇനാഗുറേഷൻ കഴിഞ്ഞ് നമ്മുടെ നാടൻ ഓണത്തിൻ്റെ തിരുവാതിരകളിയുണ്ട്, പിന്നെ വള്ളംകളിയുണ്ട്, വെരി ഗുഡ്, പാട്ടുകളുണ്ട്, കപ്പിൾ ഡാൻസ് ഉണ്ട്. വെരി ഗുഡ്. അങ്ങനെ ഒത്തിരി ഇന്ന് സമയമുണ്ടോ ഇതിലൊക്കെ? പിന്നെ ഓണസദ്യ ഉണ്ട് എല്ലാവർക്കും അല്ലേ? ഓക്കെ 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 ഓക്കെ. സാൽവി, താങ്ക് യു. ഈ വിലയേറിയ തിരക്കിനിടയ്ക്ക് എനിക്ക് വേണ്ടി 5 മിനിറ്റ് തന്നതിന് താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ, ഞാൻ അബുദാബിയിൽ ആക്സിഡൻ്റായി കിടന്നത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാം ഓർമ്മയുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? അതേക്കുറിച്ച് പറയാനുണ്ട്. ഇപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, ജഗതി അങ്ങനെ ഒരു സിനിമയിൽ കിടന്നു, അതുപോലെ കിടന്നതാണ് ഞാൻ. ലൈഫിൽ മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു മിറക്കിൾ തന്നെയാണ്, ദൈവത്തിൻ്റെ. താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. താങ്ക് യു. ഇല്ല, നമുക്ക് വീട് പിന്നെ കാണാം. നാട്ടിൽ നിന്നൊക്കെ വന്നതിൻ്റെ തിരക്കും എല്ലാം കൂടെ ആണല്ലോ. ഓക്കെ ഓക്കെ. നാട്ടിൽ എന്തെങ്കിലും പ്രത്യേക വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പ്രത്യേക വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം നാടകം നന്നായിരിക്കും. പോയി നിൽക്കാൻ വേണ്ടി പോയതാണ്. താങ്ക് യു. സിക്കാണോ? അല്ലല്ലോ. അല്ലല്ല. ഓക്കെ. ഹീസ് 87 ബട്ട് ഹീസ് സ്റ്റിൽ ഹെൽത്തി. താങ്ക് യു. താങ്ക് യു സാൽവി. ഞാൻ മിസോറി സിറ്റി ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. മക്കൾ 3 പേരാണ്. 2 പേര്, ആദ്യത്തേത് ടിൻസാണ്, പ്രിഷ്യസ് ബേബീസാണ്. അവരിൽ ഒരാൾ മെഡിസിൻ 2nd ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ ടിൻസിൽ മറ്റേയാൾ നേഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പം ജോലിക്ക് കയറി. മോന് എൻജിനീയറിങ്ങിന് 1st ഇയർ UT ഡാളസിൽ പഠിക്കുന്നു. സാൽവി ഏത് പള്ളി ചർച്ചിലാണ് പോകുന്നത് ഇവിടെ? ഞാൻ സെൻറ്റ് ജോസഫ് ഹൂസ്റ്റണിലെ. താമസം മിസോറി സിറ്റി. ഓക്കെ ഓക്കെ. പൊതുവെ ഹ്യൂസ്റ്റണിലുള്ള ഓണാഘോഷങ്ങളെ പറ്റി 2 വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൂസ്റ്റണിലുള്ള ഓണാഘോഷത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇല്ലാത്ത അസോസിയേഷൻ ഒന്നുമില്ല.
അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടി കഴിയുമ്പോഴത്തേനും അടുത്ത പ്രോഗ്രാമിന് ക്രിസ്മസിന് ആകുമ്പോഴത്തോടെ വരെയുള്ള പ്രോഗ്രാം. അതുകൊണ്ടാണ് ഇപ്പോഴും ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഡേറ്റ് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ ഈ ആഘോഷം ഇന്നത്തേക്ക് മാറ്റിയത്. ഇനി അടുത്ത ആഴ്ചയും ഒരു ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിൻ്റെ പ്രസിഡൻറ്റോ ഇതിൻ്റെ ഭാരവാഹികൾ ആരെയും വ്യക്തമായിട്ട് നല്ലതായിട്ട് ഓർമ്മ അറിയാവുന്നവരുണ്ടോ പരിചയപ്പെടുത്താൻ പറ്റുന്നത്? പരിചയപ്പെട്ടാൻ ഇതിൻ്റെ പ്രസിഡൻറ്റ് ഞങ്ങളിപ്പോൾ തുടങ്ങിയതാണ്, എൻ്റെ നാട്ടുകാരനാണ്, എനിക്കറിയാം. ഞങ്ങൾ അയലോക്കമാണ്, നെയ്ബറാണ്. അവിടെ പുള്ളിയുടെ പെങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ ക്ലാസ്മേറ്റ് ആണ്. ഇപ്പം താമസിക്കുന്നതും ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. ശരി, താങ്ക് യു സൽവി, താങ്ക് യു സൂസൻ, താങ്ക് യു സോ മച്ച്. എന്നാ പറയണ്ടത്? പേരൊക്കെ ഒന്ന് പറഞ്ഞ. നാട്? എൻ്റെ പേര് ഔസേപ്പ് ഇഗ്നേഷ്യസ്, നാട് പാല. ഓക്കെ ഓക്കെ. കുറവലങ്ങാടുമായിട്ട് എങ്ങനെ ബന്ധം? കുറവലങ്ങാട് എൻ്റെ അനിയൻ്റെ ഭാര്യ വീടൊക്കെ എവിടെയാണ്. ഓക്കെ ഓക്കെ. അവരുടെ ഇന്ന് പരിപാടിയിലുണ്ടോ? എന്തെങ്കിലും ഇന്നത്തെ പരിപാടി? അവരൊത്തിരി പേരുണ്ട് ഇവിടെ. ഉണ്ടല്ലേ? ബോസാഞ്ച് വന്നേ. പുള്ളിക്കറിയാം, പുള്ളി അളിയനാ, എൻ്റെ അളിയൻ. ശരി. ഞങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നൊക്കെ ഇത് പറഞ്ഞോ, ഇനിയിപ്പോൾ ബോസ് പറഞ്ഞോ. ഇഗ്നേഷ്യസിൻ്റെ അളിയൻ ഒന്ന് പറഞ്ഞു തരും കാര്യങ്ങളെല്ലാം പറഞ്ഞു. പേര് എന്താ? നാട് എവിടെയാ? ഇവിടെ താമസിക്കുന്നത്? ഇതൊരു യൂട്യൂബ് ചാനലാണ്, എൻ്റെ ഒരു ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. കുഴപ്പമൊന്നുമില്ല. ഞാൻ ബോസ് കുര്യൻ. ഞാൻ ഷുഗർലാൻഡിലാണ് താമസിക്കുന്നത്. അമേരിക്കയിലായിട്ട് 10-35 വർഷമായി. ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുന്നു. ഞാൻ കോട്ടയത്ത് കുറവലങ്ങാട് അടുത്താണ് എൻ്റെ വീട്. ഞങ്ങൾ ഫാമിലി, എൻ്റെ അടുത്ത് ഫാമിലി, വളരെ അടുത്ത ഫാമിലിയുണ്ട്. ഞങ്ങൾ കുറവലങ്ങാട് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഓണം ആഘോഷിക്കാൻ വന്നതാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. നാട്ടിൽ കുറവലങ്ങാട് എക്സാക്ട്ലി പഠിച്ച കോളേജും സ്കൂളും ഒക്കെ ഒന്ന് പറയാമോ? ഞാൻ കുറവലങ്ങാട് ജയമാത കോളേജിലാണ് പഠിച്ചത്, BSc കെമിസ്ട്രി. അത് കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫാർമസി പഠിച്ചു. വെരി ഗുഡ്. ഇവിടെ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്തു. നാട്ടിൽ കാഞ്ഞിരത്താണ് സെൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ്. ഓക്കെ ഓക്കെ. ഞങ്ങളെല്ലാവരും കുടുംബക്കാരാണ്. കുറവലങ്ങാട്. ഓക്കെ. എൻ്റെ പേര് അഗസ്റ്റിൻ, എൻ്റെ വൈഫ് സെലിൻ. പാലായിലാണ് എൻ്റെ വീട്, വൈഫിൻ്റെ വീട് കുറവലങ്ങാട്. ഓക്കെ ഓക്കെ. ഇഗ്നേഷ്യസിനായിട്ട് ബന്ധം? എൻ്റെ അനിയനാ പുള്ളി. അളിയൻ അത് എൻ്റെ അളിയൻ. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ ഓക്കെ. നിങ്ങളുടെ താമസമല്ല ഇവിടെ തന്നെ? ഷുഗർലാൻഡിൽ. ബിസിനസ്സാന്ന് പറഞ്ഞു. ബിസിനസ് എന്തിൻ്റെ ബിസിനസ്സാണ് ഇപ്പം? റീറ്റെയിൽ ഫാർമസി. എത്ര ഷോപ്സ് ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ. എത്ര സ്റ്റാഫുണ്ട് സാറിന്? ഓക്കെ. പേരൊന്ന് പറഞ്ഞു. ലിസിയുടെ വീട് കുറവലങ്ങാട് തന്നെയാണ്? പാല. ഓക്കെ ഓക്കെ ഓക്കെ. ഇച്ചിരി പുറത്തോട്ട് നിൽക്കാം. താങ്ക് യു. പേരൊന്ന് പറഞ്ഞിട്ട് പോയിക്കോ. പേര് സിനു സെബാസ്റ്റ്യൻ. നാട്ടിലെ കുറവലങ്ങാട് വെട്ടിയാനിക്കൽ. ഇവിടെ താമസം? ഇവിടെ ഷിപ്മാൻകോവിലാണ് താമസിക്കുന്നത്. അതെവിടെയാ? നമ്മുടെ മിസൂറി സിറ്റിയുടെ ഓക്കെ. ബോർഡറാണ്. പക്ഷേ മിസൂറി സീനെ കഴിഞ്ഞിട്ട് ഫോർട്ട് ടോൾ റോഡിന്റെ തൊട്ട് പുതിയ കമ്മ്യൂണിറ്റിയാണ്. എനിക്കൊന്ന് 3 വർഷമാണ്. എത്ര വർഷമായിട്ട്? 3 വർഷം. 3 വർഷമാണ് ആ കമ്മ്യൂണിറ്റി. കുടുംബമൊക്കെ? കുടുംബം വൈഫ്, 2 കുട്ടികൾ. അവർ വരുന്നുണ്ട് രാവിലെ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. വെരി ഗുഡ്. ഇന്ന് എന്തെങ്കിലും പരിപാടി വല്ലതും ഉണ്ടോ? നമ്മുടെ കുറവലങ്ങാട് അസോസിയേഷൻ്റെ ഓണം ആഘോഷ പരിപാടികളാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പരിപാടി വല്ലതും ഉണ്ടോ? പിന്നെ ഞങ്ങൾ തിരുവാതിരയുണ്ട്, വള്ളംകളിയുണ്ട്, വെരി ഗുഡ്. കപ്പിൾ ഡാൻസ് ഉണ്ട്, ചെണ്ടമേളം ഉണ്ട്. വെരി ഗുഡ്. അവരെല്ലാം വന്നു. ഓക്കെ, താങ്ക് യു. പേരും നാടും ഒക്കെ എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടില്ലാത്തതെല്ലാം പറഞ്ഞു. ഫാമിലിയായിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഓക്കെ. പേരൊന്ന് പറഞ്ഞിട്ട് പോയിക്കാം. പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കാം. ഇന്ന് എന്തോ പ്രോഗ്രാം എന്നൊന്ന് പറഞ്ഞിട്ട്. എൻ്റെ പേര് ഐറീൻ ജോമോ. ഞാൻ ഇവിടെ നാട് ഓണാഘോഷം. ഓക്കെ. ഏത് ഡാൻസ് ഗ്രൂപ്പാണോ? ഞാൻ ഒരു പാട്ട് പാടുന്നുണ്ട്, 2 പാട്ട്, പ്രയർ സോങ്ങും 2 വേറെ. ഓക്കെ. ഒരു ലൈൻ ഇവിടെ പാടാത്ത ഒരു ലൈൻ പാടാവോ? താങ്ക് യു.
പറഞ്ഞിട്ട് പോയിക്കോളാം. എൻ്റെ പേര് ക്ലെറൻ ജോമോൻ. ഞാൻ റോസ് ജോമോൻ. ഇന്നത്തെ പരിപാടിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? കാണാൻ വന്നു. സാറ് എഴുത്തുകാരനാണ്. പിന്നെ പേര് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വാ. പേര് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിലും ഒന്ന് പറയാം. പേര് നാട്ടിലെവിടെയാ? കുറവലങ്ങാട് മാനാച്ചേരി വീട്ടിലാണ്. Your name? Stacy. Very good. You do some activity here today? No. Thank you. താങ്ക് യു സാർ. പല ഓണങ്ങളല്ലേ നമുക്ക്. അതെ അതെ. സാറിന് എന്തുവാ കുറവലങ്ങാരെ പറ്റി ഒരു വാക്ക് പറയാൻ നേരത്തെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ്? ഓക്കെ, പറയാം, കുഴപ്പമില്ല, മതിയോ? അപ്പം നമ്മുടെ അമേരിക്കയിൽ ഓണം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ ഓണസദ്യ ഒക്കെ കഴിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഈ ഓണത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ ആ മധുരിമയ എന്നെന്നും തുടരട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഇപ്പോൾ നമ്മുടെ ഓണം തുടങ്ങിയിട്ട് ഇവിടെ അമേരിക്കയിൽ പ്രവാസ ലോകത്ത് പ്രത്യേകം ഏതാണ്ട് 2 മാസത്തോളമായി. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരാഴ്ച മാത്രമേ അതിൻ്റെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ, അമേരിക്കയിലെ ആഘോഷങ്ങൾ ജനങ്ങളെ ഹൃദയത്തിലേറ്റി മാവേലി തമ്പുരാനെ അന്നും ഇന്നും എപ്പോഴും വളരെയധികം ആദരവോടെ നമ്മൾ എതിരേൽക്കുന്നു. അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. കുറച്ച് കാലം കൂടി ഇവിടെ ഉണ്ടാകും. ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ അദ്ദേഹം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് നടക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ ഒരു ആദ്യകാല ഒരു ദേവാലയമാണ്. മാർത്തോമ ട്രിനിറ്റി മാർത്തോമ ചർച്ചാണ്. ഇവിടെ ആദ്യകാലത്ത് ഉണ്ടായ ഇവിടുത്തെ 50 വർഷം 50 വർഷം ഈ വർഷമാണ്, കഴിഞ്ഞ വർഷം 50 വർഷം 50 വർഷം ഉള്ള പഴക്കമുള്ള ഒരു ദേവാലയമാണ്. ഇവിടെ ധാരാളം പേര് വിശ്വാസികൾ എല്ലാ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലും പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. അതേമാതിരി നമ്മുടെ ഓണം മാതിരിയുള്ള കേരളീയ ഉത്സവങ്ങൾ, ഇന്ത്യൻ ഉത്സവങ്ങൾ ഇവിടെ കൂടാറുണ്ട്. ഇത് വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ്. എയർപോർട്ട് തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് ഇവിടെ നിന്നൊരു 10-15 മിനിറ്റിനകം എത്തിച്ചേരാം. ഹോബി എയർപോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാബലി തമ്പുരാനും എളുപ്പത്തിൽ ഹോബി എയർപോർട്ടിൽ വന്ന ശേഷം ഒന്ന് വിളിച്ചാൽ മതി. ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളായ മലയാളികൾ എപ്പോഴും സദാ സന്നദ്ധമാണ് മഹാരാജാവിനെ എതിരേൽക്കാനും അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. പിന്നീട് ഓണത്തെപ്പറ്റി ഈ ധാരാളം പ്രാവശ്യം സന്ദേശങ്ങൾ, ഞാൻ സന്ദേശമല്ല പറയുന്നത്, എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓണ സന്ദേശം തരേണ്ടത് മഹാബലി തമ്പുരാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ എപ്പോഴും കേൾക്കാൻ താല്പര്യപ്പെടുന്നത്. ഓണത്തിൻ്റെ ഒരു കൊച്ചു വർത്തമാനം എന്ന് മാത്രം. ഇതിലൊക്കെ ഒരു കാര്യം ചോദിച്ചാലേ സാറ്, ഏറെക്കുറെ 10-40-50 വർഷമായില്ലേ അമേരിക്ക? ഞാൻ 50 വർഷം കഴിഞ്ഞു അമേരിക്കയിലായിട്ട്. ആദ്യകാലങ്ങളിലെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിലൊരു വ്യത്യാസം
ഉണ്ട്, തീർച്ചയായിട്ടും ഒത്തിരി അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് വേണം പറയാൻ. ആദ്യകാലത്ത് ഞാൻ ന്യൂയോർക്കിലാണ് വന്നത്. ഏറ്റവും ആദ്യം സ്റ്റാച്യു ഓഫ് ലിബർട്ടി കുടികൊള്ളുന്ന ന്യൂയോർക്ക് സിറ്റിയിലാണ് ഞാൻ ആദ്യം വന്നത്. 1975 ആദ്യം ആണ് ഞാനിവിടെ എത്തിയത്. എത്തുമ്പോൾ മലയാളികൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. ആരംഭകാലത്ത് 65 വന്നവർ കപ്പലിലാണ് വന്നത്. ഞങ്ങളൊക്കെ പിന്നെ വിമാനത്തിൽ കയറിയാണ് വന്നത്. വിമാനത്തിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ മലയാളികൾ ഇതിൻ്റെ ഒരു 10 പോലുമില്ല. അന്ന് ഒരു മലയാളിയെ കണ്ട വളരെയധികം സന്തോഷമായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു മലയാളി വന്നിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തേടിയെത്തുമായിരുന്നു, അവിടെ പരിചയപ്പെടുമായിരുന്നു. അതേമാതിരി ഈ ഓണം മാതിരിയുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുവാൻ വേണ്ടി, ഇത് കൊണ്ടാടുവാൻ വേണ്ടിയാണ് പിൽക്കാലത്ത് സമാജങ്ങളുണ്ടായത്, സംഘടനകളുണ്ടായത്. അപ്പോൾ ഇന്ന് റെഡിമെയ്ഡ് ഓണസദ്യയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അന്ന് റെഡിമെയ്ഡ് സദ്യകളില്ല, ഹാൻഡ്മെയ്ഡാണ്, ഹോം മെയ്ഡാണ്. അപ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം ടാരി ടൗൺ ഹഡ്സൺ റിവറിൻ്റെ പരിസരത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാനും ഭാര്യയും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്ത് അവിടെ വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു, അധികം പേരില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ ഭവനങ്ങളിൽ കൂടി ഓണം നന്നായിട്ട് ഓണത്തിൻ്റെ തലേന്ന് ഞങ്ങളെല്ലാവരും കൂടി പച്ചക്കറി മാർക്കറ്റിലൊക്കെ പോയി ധാരാളം പച്ചക്കറികളൊക്കെ വാങ്ങി അതെല്ലാം വെട്ടി അരിഞ്ഞ് നുറുക്കി അതെല്ലാം ഞങ്ങൾ തന്നെ പാകം ചെയ്യുകയാണ്. അത് തന്നെ ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഓണത്തിൻ്റേതായ ഒരു ചുറ്റുവട്ടങ്ങൾ ചില കല്യാണ വീട്ടിൽ നാട്ടിലൊക്കെ ചെയ്യാറില്ലേ തലേന്ന്, അതേമാതിരിയുള്ള ഒരു വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു. ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് മലയാളികളാണ് ഹ്യൂസ്റ്റൺ പട്ടണങ്ങളിൽ. അതെ 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 അതെ. താങ്ക് യു സാർ, സമയക്കുറവുകൊണ്ടാണ് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച് അവസരം തന്ന ഹ്യൂസ്റ്റൺ വോയിസ് TV സെൻറ്റി ഉമ്മൻ സാറിനും വളരെയധികം. അദ്ദേഹം ഇവിടെയുള്ള മിക്കവാറും ഉള്ള പരിപാടികളെല്ലാം വളരെ സജീവമായി രംഗത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ TV പ്രോഗ്രാം നമുക്ക് എപ്പോഴും എവിടെയും വാച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ വളരെയധികം പോപ്പുലറായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഹോം വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ അതേമാതിരിയുള്ള ഈ ഹ്യൂസ്റ്റൺ വോയിസ് TV ഒരു ആരാധകനാണ്. എനിക്ക് ഇത്രയും നേരം അവസരം തന്നതിന് ഞാൻ അകൈതമായ നന്ദി മിസ്റ്റർ സെൻറ്റി ഉമ്മനോടും ഈ TV പ്രോഗ്രാമിനോടും പറയുന്നു. താങ്ക് യു സാർ. ഞാൻ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കള്ളവും ചളിവും പൊടിവചനങ്ങളുമില്ലാത്ത നല്ല നാളുകളുടെ ഓർമ്മകളുമായി ഒരു പൊന്നോണം കൂടി വരവായിരിക്കുകയാണ്. പൂക്കളിൽ വർണ്ണം നിറച്ച് പുത്തനുടുപ്പിന്റെ ഗന്ധം പകർന്ന് ഓണസദ്യയും പായസ മധുരവും ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ്. ഒരു പിടി നല്ല ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് നിറമറിയും നിലവിളക്കും തുമ്പപ്പൂക്കളുമേന്തി സ്നേഹത്തിന്റെ ഓണക്കാലം വീണ്ടും ഇതാ വന്നെത്തിയിരിക്കുന്നു. ഓണപ്പൂക്കളിൽ വിരിയുന്ന ശോഭയാർന്ന പൂക്കൾ പോലെ നിങ്ങളുടെ ജീവിതം മനോഹരവും സുഗന്ധപൂരിതവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണപരിപാടിയായ ഓണനിലാവിലേക്ക് ഞാൻ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. On behalf of Koralangad Association of Greater Houston, cordial welcome to one and all to this auspicious occasion on which we celebrate Onam, a festival of peace and prosperity. Onam instills in us the memory of a pleasure past in which peace and fraternity flourished, a kingdom where values and virtues prevailed, an ideal place where there was no gloom or despair. വർണ്ണാഭമായ ഒരുപാട് കലാപരിപാടികൾ നമ്മൾക്കുണ്ട്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. And my name is Anis Jose and I am your host for the day and I do have. And my name is Irene Jomon. We are delighted to have esteemed presence of distinguished dignitaries amidst us. അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് കുറലങ്ങാട് അസോസിയേഷന്റെ ഭാരവാഹികളെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ശ്രീ ഷാജി ജോസ് ചെറുത്തല, സെക്രട്ടറി ടാസ്മോൻ ജോസഫ്, ട്രഷറർ സിനു സെബാസ്റ്റ്യൻ, the presence of Honorable Mayor of Missouri City, Mr. Robin Ellicott, asked the grandeur of this function. Mayor,
On behalf of these gathered here, I extend our sincere request for you to come onto the stage. Mr. S.V. George, famous writer and columnist, is also here to grace this occasion. So we extend your welcome and please come onto the stage. ഏതൊരു പരിപാടിയും തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. പ്രയർ സോങ്ങിനായി ഐ വെൽക്കം ദിയ ജേക്കബ് and Irene Jomon. I request everybody to stand for a prayer song. Thank you. That was a beautiful prayer song. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തിനായി സെക്രട്ടറി ടാസ്മോൻ ജോസഫിനെ ക്ഷണിച്ചോളൂ. ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട റോബിൻ എലഗേറ്റ് സർ, മേയർ മിസോൾ സിറ്റി, കുറവലങ്ങാട് അസോസിയേഷൻ്റെ പേരിൽ ഹൃദയംഗമായി ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട എ.സി. ജോർജ്, അറിയപ്പെടുന്ന എഴുത്തുകാരനും വാഗ്മിയുമായ അദ്ദേഹത്തെ കുറവലങ്ങാട് അസോസിയേഷൻ്റെ പേരിൽ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കുറവലങ്ങാട് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ചെറുത്തളം സ്നേഹപൂർവ്വം ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ട്രഷറർ സിനു കെട്ടിയാനി അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാ സ്പോൺസേഴ്സിനെയും ഈ സ്റ്റേജിലേക്ക് ഞാൻ ഹൃദയപൂർവ്വമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും പ്രത്യേകമായിട്ട് പറയുന്നില്ല. എങ്കിലും നമ്മൾ സ്നേഹപൂർവ്വം നമ്മൾക്ക് സ്പോൺസർഷിപ്പ് തന്ന് നമ്മളെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകമായ ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you, Tasman. The Honorable Mayor Robin Ellicott has always been a source of inspiration for all of our programs. We will now address the gathering and inaugurate the ceremony. Mayor. Well, good evening. Good evening. First of all, to all the respected
people on the stage, especially the President, Secretary, and Treasurer of Kurolingad Association. Then my good friend A.C. George, and to all of you, a happy Onam. ഞാൻ രണ്ടൊന്ന് കാര്യം മലയാളത്തിൽ പറയുന്നതിന് കുഴപ്പമില്ലായിരിക്കും. ഇത് എൻ്റെ 17ാമത്തെ ഓണമാണ്. ഞാൻ ഇപ്പം A.C. ജോർജിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഇനിയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ 2 എണ്ണം ഉണ്ട്. അപ്പം അത് കാരണം ഞാൻ കഴിക്കാൻ മേലാത്ത രീതിയിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഓണത്തിൻ്റെ ഒരു പ്രത്യേകത, ഫസ്റ്റ് ഓഫ് ഓൾ കുറവലങ്ങാട് ഇത് നിങ്ങളുടെ ആദ്യത്തെ കൂട്ടായ്മ അല്ലേ? സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. നിങ്ങൾക്കൊരു കയ്യടി തരേണ്ടതാണ്. കാരണം ഇത്രയും രീതിയിൽ നമുക്കിവിടെ പല അസോസിയേഷൻ ഉണ്ടെങ്കിലും കുറവലങ്ങാട് എന്നുള്ള ആ രീതിയിലുള്ള നിങ്ങളുടെ ആ കൂട്ടായ്മ, ആ ഒരു യോജിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഐക്യം, അതുകൊണ്ടാണ് ഇതേപോലെ ഒരു അസോസിയേഷൻ തുടങ്ങിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറവലങ്ങാടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. ഞാൻ പ്രോപ്പർ കോട്ടയത്തായിരുന്നു വളർന്നത്. ഞാൻ 4th ഗ്രേഡിലോട്ട് കയറിയപ്പോൾ ഇങ്ങനെ പോന്നു, USA പോന്നു. 1982 ഇവിടെ എത്തി. രാഷ്ട്രീയത്തിൽ വന്ന പിന്നെ മലയാളം യൂട്യൂബിൽ കൂടെ പഠിച്ച് പ്രസംഗിക്കാൻ ഞാൻ പഠിച്ചു. പിന്നെ A.C. ജോർജിനെ പോലുള്ളവർ ഇങ്ങനെ പ്രസംഗം പറയുമ്പം അത് കേട്ട് ഞാൻ പഠിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തിൻ്റെ ഒത്തിരി ഓർമ്മകൾ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ കുറവലങ്ങാടിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മകൻ കുറവലങ്ങാട് രജിസ്ട്രാർ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ആണ് എനിക്ക് ഏറ്റവും ഇപ്പം കഴിഞ്ഞ ഒരു മാസം വരെ. അതിനുശേഷം അദ്ദേഹം ഡിസ്ട്രിക്ട് രജിസ്ട്രാറായിട്ട് എറണാകുളത്ത് മൂവ് ചെയ്തു. അപ്പോൾ എന്ന് നാട്ടിൽ പോകുമ്പോഴും കുറവലങ്ങാട് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുകയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു ചായകട പോയി കാപ്പി കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ വളരെയധികം ഓർമ്മയിൽ നിൽക്കുന്നു. കുറവലങ്ങാടിൽ നിന്ന് എൻ്റെ പ്രോപ്പർ ഫാമിലി ഹൗസ് അവിടുന്ന് ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ 20 മിനിറ്റ്സിനകം പോയി വരത്തക്ക രീതിയിലുള്ള ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അവിടുന്ന്. പിന്നെ ഇവിടുത്തെ ഒരു മെസ്സേജ് പറയാനുള്ളത്, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു പ്രത്യേകമായിട്ടൊരു മെസ്സേജാണ്. കാരണം നമ്മുടെ ഈ ഒരു മലയാളിയുടെ ഐക്യത അല്ലെങ്കിൽ കൂട്ടായ്മ, ഇന്ന് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഇവിടെയുണ്ട്. അതുകൂടാതെ ഇതേപോലെ ഓരോ ഗ്രൂപ്പുകളായിട്ടും അല്ലെങ്കിൽ ഓരോ നാട്ടിലത്തെ ഓരോ ടൗണുകളായിട്ടും മാറി ഇന്നിപ്പോൾ ഇഷ്ടം പോലെ സെലിബ്രേഷൻസ് ഓണത്തിൻ്റെ ഇവിടെ നടക്കുന്നു. അപ്പം പലരും, ചിലവരൊക്കെ മിസൂറി സിറ്റിയിലായിരിക്കും, ചിലവരൊക്കെ ഷുഗർലാൻഡ് അല്ലെങ്കിൽ പെയർലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 5 വർഷമാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ, നോർത്ത് ഇന്ത്യൻസ് പോലുമല്ല, മലയാളികൾ കൂടുതലും എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫോർട്ട് കൗണ്ടി തന്നെയാണ്. ഫോർ ഷുവർ KP ജോർജ് ഫോർട്ട് കൗണ്ടി ജഡ്ജ്, നമുക്ക് 2 ജുഡീഷ്യൽ ജഡ്ജസ്മാർ ഇന്നിവിടെ ഉണ്ട്. അതുകൂടാതെ 2 മേയർമാരുണ്ട്, ഞാൻ മാത്രമല്ല, കൂടാതെ സ്റ്റാഫർഡ് സിറ്റിയുടെ മേയർ കെൻ മാത്യു. ഇനിയും ഒത്തിരി കാൻഡിഡേറ്റ്സ് മുമ്പോട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ കേരളീയരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ മുതൽ വളർന്നു വരുമ്പോൾ മുതൽ നമ്മൾ രാഷ്ട്രീയത്തിലൊരു ടച്ച് ഉണ്ട്. അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, അതിനോട് ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയത്തിനോടൊരു താല്പര്യമുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ 2009 ഞാൻ ആദ്യമായിട്ട് എലക്ട് ചെയ്ത് കൗൺസിൽ മെമ്പറായിട്ട് എലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എനിക്ക് തോന്നാണ്ട് 200 പീപ്പിൾ മാത്രമേ ഉള്ളൂ അന്ന് പോയി വോട്ട് ചെയ്തത്. കാരണം അന്ന് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ കൂടുതൽ അറിയത്തില്ല, ഇതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഇന്ന് പലരും വന്നതിന് ശേഷം ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി, ഇന്ന് ഒരു ഇലക്ഷനിൽ മലയാളി കമ്മ്യൂണിറ്റി ഇല്ലാതെ ആർക്കും ജയിക്കാൻ പറ്റിയല്ല എന്നുള്ള ഒരു രീതിയിലായി മാറിയിരിക്കുകയാണ്. അത് ഞാൻ പറയാൻ കാരണം, ഒരു വൈറ്റ് ആയിക്കോട്ടെ, ബ്ലാക്ക് ആയിക്കോട്ടെ, ഏഷ്യൻ ആയിക്കോട്ടെ, ആരാണെങ്കിലും നമ്മുടെ ആ കമ്മ്യൂണിറ്റിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് അവർ നോക്കിയിട്ടേ ഉള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റി ആരെ സപ്പോർട്ട് ചെയ്യുന്നു, ആ സപ്പോർട്ട് ചെയ്യുന്നവരേ ഉള്ളൂ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്.
So America is changing. The way how we live is changing. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വേറൊരു മാൻവില്ലിൽ ഒരു മലയാളി മെർഡിന എന്ന് പറയുന്ന ഒരു നെയ്ബർഹുഡിൻ്റെ അസോസിയേഷൻ ഓണപരിപാടിക്ക് ഇന്ന് ഉച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റി. മാൻവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് നമ്മുടെ ഇവിടുന്ന് അധികം ദൂരമില്ല. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 150+ ഫാമിലീസ് ഇന്ന് മെർഡിനയിൽ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ആ അസോസിയേഷൻ്റെ ഇതേപോലെ തന്നെ കുറവലങ്ങാട് അസോസിയേഷൻ പോലെ തന്നെ അവരൊരു ഓണപരിപാടികൾ നടത്തുകയൊക്കെ ചെയ്തു. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച ശ്രീ ചാണ്ടിയമ്മൻ MLA ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഈവൻ പുതുപ്പള്ളിയിൽ അല്ല, ഈവൻ ഏറ്റുമാനൂർ അല്ലെങ്കിൽ കോട്ടയത്ത് പോലും ഒരു അസോസിയേഷൻ പോലും ഓണപരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള അത്ര ആൾക്കാർ ഇന്ന് കേരളത്തിലില്ല. അതേപോലെ നമ്മുടെ നമ്മുടെയൊക്കെ പിള്ളേർ, എനിക്ക് 2 പെൺപിള്ളേരാണ്. അവർ രണ്ടുപേരും ഡാൻസ് പഠിച്ചതാണ്. ഇപ്പം അവർ ഡാൻസ് ചെയ്യുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പെർഫോമൻസസ് അവർ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഇത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുട്ടികളിൽ ഇന്ന് കേരളത്തിൽ പോലും ഇത്രയും ഇല്ല. അപ്പോൾ ഇവിടുത്തെ ചില പരിപാടികൾ കണ്ട് ചാണ്ടിയമ്മൻ MLA എന്നോട് പറയായിരുന്നു, ഇതാണ് കേരളത്തിന് നഷ്ടം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് നിൽക്കുന്നത് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ മാറി നിൽക്കും. അപ്പം നമ്മൾ കേരളം വിട്ട് ഇങ്ങോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ആ കൾച്ചറും അതേപോലെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഓണത്തിൻ്റെ പരിപാടി, അതേപോലെ ക്രിസ്മസ് സെലിബ്രേഷൻസ്, അങ്ങനെ പല സെലിബ്രേഷൻസുകൾ, അമ്പലത്തിലെ ഉത്സവങ്ങൾ, ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് ഇന്ന് ഇവിടെ നടന്നു വരികയാണ്. കാരണം ഇന്നിപ്പം എൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന കറമ്പരും കുഴമ്പരും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കാണുമ്പം ഞങ്ങളെ കൂടെ ഒന്ന് വിളിക്കാവോ ഇതേപോലത്തെ പ്രോഗ്രാം. കാരണം ഇത്രയും കളർഫുള്ളായിട്ട് ഡാൻസുകളൊക്കെ ചെയ്തു ഇതേപോലെ അവരാരും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കിത് കാണുമ്പം വളരെയധികം അത്ഭുതമായിട്ട് തോന്നുന്നു. അപ്പോൾ അവരെയും കൂടി വിളിക്കാവോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ലാസ്റ്റിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ ഇവിടെ ഷിക്കാഗോയിലായിരുന്നു. അത് കഴിഞ്ഞ് ന്യൂയോർക്കിൽ എൻ്റെ ഫെലോഷിപ്പിന് വേണ്ടി കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹ്യൂസ്റ്റണിൽ 2004 മുതൽ ഹ്യൂസ്റ്റണിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെടുത്തോളം അസോസിയേഷനുകൾ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. ഇവിടെയെല്ലാം ഞാൻ കാണുന്ന ഒരു ചെറിയൊരു ഇംപ്രൂവ്മെന്റ് നമുക്ക് വേണ്ടത്. നമ്മൾ മലയാളികളാകുമ്പം വളരെയധികം സ്നേഹമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെറിയ കാര്യത്തിന്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് വിദ്വേഷവും പിണക്കവും അല്ലെങ്കിൽ പെട്ടെന്ന് ഉടനെ ഒറ്റ വെട്ട് 2 മുറി എന്നുള്ള രീതിയിൽ ഇതൊക്കെ നമ്മൾ അതേ രീതിയിൽ ആക്ഷൻ എടുക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഇപ്പം എലക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മിണ്ടാതെയും അല്ലെങ്കിൽ വർഷങ്ങളോ പിണങ്ങിയൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ മാറ്റി നമ്മളൊരു സമൂഹം, നമ്മളൊരു കൂട്ടായ്മ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് നാട്ടുകാരായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ആത്മബന്ധം അത് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കണം. കാരണം ഇവിടുത്തെ രീതിയിൽ കുറവലങ്ങാട് അസോസിയേഷൻ, അതേപോലെ ഇങ്ങനെ ഓരോ അസോസിയേഷൻ, തൃശ്ശൂർ അസോസിയേഷൻ, ഇങ്ങനെ നിൽക്കുന്ന ഓരോ അസോസിയേഷനിലും നമ്മൾ ആ ഒരു രീതിയിൽ കാണുന്നെങ്കിലും അവസാനം വരുമ്പോൾ നമ്മൾ ആ മലയാളികൾ എന്നുള്ളൊരു പ്രത്യേക ഒരു സ്നേഹം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരും തോറും പിളരും എന്ന് പണ്ട് മാണി സാറ് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വളരും തോറും പിളരുകയല്ല ചെയ്യുന്നത്. നമ്മൾ വളരും തോറും നമ്മുടെ കൂട്ടായ്മ ഒന്നിച്ച് നിൽക്കുകയും ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹം, സന്തോഷം നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനി ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു അസോസിയേഷൻ, കുറവലങ്ങാട് അസോസിയേഷനിൽ ആദ്യത്തെ പരിപാടി ആയിട്ട് നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിനും, എന്നെ ലതീഷ് കൃഷ്ണൻ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം എനിക്ക് വന്നൊരു 10-15 വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഇലക്ഷനും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തിരക്കുള്ളതുകൊണ്ട് ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും പോകും. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇതിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് ഓരോരുത്തർക്കും
എന്നെ ക്ഷണിച്ചതിലും ഈ ഒരു പരിപാടി, ഈ ഒരു കൂട്ടായ്മയിൽ, നിങ്ങളുടെ ഓണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിലും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറഞ്ഞതുപോലെ നമുക്ക് വളരെ പല പൊസിഷനിലും ഡിഗ്നറ്ററീസ് ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം അങ്ങയുടെ വാക്കുകൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കിയത്. അടുത്തതായിട്ട് നമ്മൾ ഏതൊരു പരിപാടിക്ക് മുമ്പ് ഭദ്രദീപം കൊളുത്തും, the auspicious lamp lighting ceremony, and I invite all dignitaries on stage to come forward, and Mayor, Honorable Mayor will be lighting the lamp. ഓണമാണെങ്കിലും സെപ്റ്റംബർ 5 നമുക്ക് അടുത്ത വർഷം ഓണം വരാറുള്ളതാണ് അല്ലേ? ഏതായാലും ഇത് ഭദ്രദീപമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് ആശംസാ പ്രസംഗമാണ്. അതിനായിട്ട് മിസ്റ്റർ AC ജോർജിനെ ക്ഷണിച്ചുകൊള്ളു. എനിക്ക് എൻ്റെ സ്വന്തം ഭവനത്തിലെത്തിയ ഒരു പ്രതീതിയാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഇന്ന് കുറവലങ്ങാട് അസോസിയേഷൻ, ശരിയായ പേര് മലയാളി അസോസിയേഷൻ ഓഫ് കുറവലങ്ങാടോ ഓർ കുറവലങ്ങാട് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ, എങ്ങനെയാണ് എൻ്റെ? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഏതാണെങ്കിലും ഇന്ന് ഈ അസോസിയേഷൻ ആരംഭം കുറിക്കുകയാണ്. പണ്ട് ഞാൻ 1975 അമേരിക്കയിൽ ന്യൂയോർക്കിൽ വന്നിറങ്ങി. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെയുള്ള സംഘടനകൾ വളരെ തുച്ഛമായിരുന്നു, കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ മേയർ പറഞ്ഞ മാതിരി അസോസിയേഷൻ ധാരാളമായിട്ട് പെരുകി നാടിൻ്റെ നാനാഭാഗത്തും ഓരോ ദേശത്തിൻ്റെയും ഓരോ കരയുടെയും നാമധേയത്തിലുണ്ട്. വളരെ നല്ല കാര്യം. ഞാൻ ഏതാണെങ്കിലും ഇവിടെ കുറവലങ്ങാട് മലയാളി അസോസിയേഷൻ്റെ ഉദ്ഘാടനം മേയർ ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് കുറവലങ്ങാട് അസോസിയേഷൻ്റെ ഇന്നത്തെ ദിവസം തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു മഹനീയ ദിനമാണ്. പണ്ടൊക്കെ അസോസിയേഷൻ രൂപീകരിച്ചിരുന്നത് ഓണവും ക്രിസ്തുമസും ആഘോഷിക്കാൻ മാത്രമായിരുന്നു. ഇന്ന് അത് മാത്രമല്ല, പല കാര്യങ്ങൾക്കും പല നാമധേയത്തിലും പല ഉദ്ദേശത്തോടെ മലയാളി അസോസിയേഷനുകളുണ്ട്, ഇന്ത്യൻ അസോസിയേഷനുകളുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ഷാജി ജോസ് ചെറുതടം, സെക്രട്ടറി താസ്മോൻ തേക്കുംമല, നമ്മുടെ ട്രഷറർ സിനു വെട്ടിയാനി, പ്രോഗ്രാം കോർഡിനേറ്റർ സണ്ണി ടോം വള്ളിപ്പാല, എന്തെങ്കിലും തെറ്റു പറഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ, കൾച്ചറൽ കോർഡിനേറ്റർ ജോമോൻ ജേക്കബ്. പിന്നെ പ്രത്യേകമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ ഉൾപ്പെടുന്ന സിറ്റി, ഞാൻ മിസൗറി സിറ്റിയിലാണ്. നമ്മുടെ ബഹുമാന്യനായ മേയർ റോബിൻ എലക്കാൻ, പിന്നെ ഈ അസോസിയേഷന്റെ പിന്നിൽ പ്രയത്നിച്ച എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഞാൻ നമസ്കാരം പറയുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ചരിത്രമുറങ്ങുന്ന ഒരു നാടാണ് കുറവലങ്ങാട്, അതിൻ്റെ ചുറ്റുവട്ടം. ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് വന്ന മാതിരി ഒരു പ്രതീതി എനിക്കുണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വല്യപ്പന്മാരെ ഒക്കെ ഈ കുറവലങ്ങാടിൽ നിന്ന് അങ്ങ് മലയോരത്തേക്ക് തൊടുപുഴ പ്രദേശത്തേക്ക് കുടിയേറിയവരാണ്. ഞങ്ങളുടെ എല്ലാം വേരുകൾ അങ്ങ് കുറവലങ്ങാടായിരുന്നു.
ചരിത്രമുറങ്ങുന്ന ഒരു വലിയ നാട്, ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം, ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, ഒരു സാംസ്കാരിക കേന്ദ്രം. കേരളത്തിൽ ആകമാനം ലിറ്ററസിയിൽ മുന്നേ നിൽക്കുന്ന ഒരു പ്രദേശം, അതും പ്രത്യേകം കുറവിലങ്ങാട്. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള കുറവലങ്ങാടുകാരെ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പൂർവ്വഗ്രഹത്തിൽ എത്തിയ ഒരു അനുഭവം എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ കേരളത്തിൽ വേരുകൾ ഉള്ള വ്യക്തികളാണ്. ആ നിലയിൽ നോക്കുമ്പോൾ ഓണം നമ്മുടെ ഗ്രഹാതുര ചിന്തകൾ കേരളത്തിലേക്ക് ഓണക്കാലത്ത് പ്രത്യേകം പറന്നെത്തുകയാണ്. ഓണം പ്രത്യേകിച്ച് കേരളത്തിൽ ഒരാഴ്ച ആഘോഷിച്ചു കാണും. ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ ഓണം തീർന്നു. എന്നാൽ മറുനാട്ടില് ഇവിടെ പ്രവാസ ലോകത്ത് അമേരിക്കയിൽ നമ്മൾ ആരംഭിച്ചത് സത്യത്തിൽ ഓണം ഓഗസ്റ്റ് ആദ്യവാരത്തിന് ആരംഭിച്ചു ഓണം. അതിനുശേഷം നമ്മൾ തുടരുകയാണ്. ഒരുപക്ഷെ നവംബർ വരെ, താങ്ക്സ് ഗിവിംഗ് വരെ നമ്മുടെ ഓണം തുടർന്നു എന്ന് ഇരിക്കും. നമ്മുടെ മഹാബലി തമ്പുരാൻ നാട് കാണാൻ എത്തിയ അദ്ദേഹം ഇപ്പോഴും ഈ ചുറ്റുവട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് നമ്മൾക്ക് എന്തുകൊണ്ടാണ് മഹാബലി തമ്പുരാനോട് ഇത്രയധികം താല്പര്യം? അതിന് കാരണമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാവേലി നാടുവാഴിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, മനുഷ്യർ ഒന്നുപോലെ. അതിന് നാനാ അർത്ഥങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും തുല്യ നീതി, ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും നീതി. ആരും അത് ദരിദ്രമില്ല, സമൃദ്ധിയുള്ളതാണ്. അതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. കേരളത്തെ പറ്റി പറയുമ്പോൾ അങ്ങ് ഇന്ത്യയുടെ ഭൂപടം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു വില്ല് മാതിരി വളഞ്ഞ് തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശം, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കും, ഒരു വില്ലിന്റെ ആകൃതി ഉണ്ടാകും. അതിനെപ്പറ്റി ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പരശുരാമൻ ഒരു മഴുവെടുത്ത് ഗോകർണത്തിൽ നിന്നെറിഞ്ഞ് അങ്ങ് കന്യാകുമാരിയിലേക്ക് എറിഞ്ഞു. അതിനുശേഷം വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്തു. അതുകൊണ്ടായിരിക്കണം ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ്, കേരളത്തിലെ കേരളീയര് ധാരാളമായിട്ട് വെള്ളത്തോടൊരു താല്പര്യം. അതുകൊണ്ട് ഓണത്തോടൊപ്പം തന്നെ ഓണക്കുടിയുമുണ്ട്. ഞാനൊരു സ്ഥിതി വിവര കണക്കുകൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വായിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഓരോ കൊല്ലം ചെല്ലുമ്പോഴും ഓണത്തിൽ കൂടുതലും മനുഷ്യർ കുടിക്കുന്നു. അപ്പോൾ ഞാൻ ന്യൂയോർക്കില് ഒക്കെ ആരംഭത്തിൽ വരുമ്പോൾ നമ്മുടെ ഓണം മഹോത്സവം ഞാൻ ന്യൂയോർക്കില് യോങ്കേഴ്സിൽ അല്ലെങ്കിൽ ക്യൂൻസിൽ അങ്ങനെ പ്രദേശത്തെല്ലാം വൈറ്റ് പ്ലെയിൻസിലായിരുന്നു അവിടെ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഒരു പാരലൽ ഓണം കുടി. കാരണം മലയാളി വെള്ളത്തിൽ നിന്നല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ ഡിക്കി തുറന്ന് ഒരു ഓണക്കുടിയൊക്കെ നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഇവിടെ കുടിയേറിയ മലയാളികൾ അത് ഇപ്പോൾ അവലംബിക്കുന്നില്ല. ഓണക്കുടി നിർത്തി ഇപ്പൊ കുടിയെല്ലാം കേരളത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കേരളത്തിലെ സ്ഥിതിവിവരക്കണക്കുകൾ ലോട്ടറിയിൽ നിന്നും അതേമാതിരി വെള്ളത്തിൽ നിന്നും ഒക്കെയാണ് കേരളത്തിലെ വെള്ളം വിറ്റ് ബവറേജ് കോർപ്പറേഷൻ നിന്നുള്ള ഇൻകമൊക്കെയാണ് കേരള ഗവൺമെന്റിന് ഓടിക്കുന്നത് എന്ന് പറയുന്നു. അതെന്തുവാണ്, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, മാവേലി തമ്പുരാൻ നാടുവാണ കാലത്ത് അന്ന് ദാരിദ്ര്യമില്ലായിരുന്നു. എല്ലാ മനുഷ്യരെയും തുല്യ നിലയിൽ ആയിരുന്നു. അതിനുശേഷം ഇപ്പോഴെന്താ, ജനാധിപത്യം വന്നു. ജനങ്ങളുടെ ആധിപത്യം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ഭരിക്കുന്ന ആ കാലം ഇന്ത്യയിൽ. ഇവിടെ നമ്മൾ പറയാറുണ്ട്, അമേരിക്കയിലെ ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യ ഏറ്റവും മഹനീയമായ ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഈ മഹാബലി തമ്പുരാന്റെ ഭരണകാലവും ഇപ്പോഴത്തെ ജനാധിപത്യ ഭരണകാലവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യർ പല തട്ടിലാണ്.
മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യൻ പരസ്പരം പൊരുതുകയാണ്. കൊല്ലും കൊലയുമാണ്, അഴിമതിയാണ്, ക്രൈം. എവിടെ നോക്കിയാൽ എവിടെ തിരിഞ്ഞും മഹാബലി പാടിയിട്ടുണ്ട്. നമ്മുടെ ഞാനിപ്പോൾ മറന്നുപോയി, ഞാൻ അവിടെ നിൽക്കട്ടെ. അത് ചങ്ങമ്പുഴ പാടിയ ഒരു പാട്ടാണ്. പെട്ടെന്ന് എനിക്ക് ഓടി വന്ന്, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം. അത് ഇപ്പൊ കേരളത്തിൽ പൂത്ത മരങ്ങളൊന്നുമില്ല കേട്ടോ, അവിടെ എല്ലാം കെട്ടിടങ്ങളാണ്. അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ മാവേലി തമ്പുരാന്റെ ഭരണവും സങ്കല്പമായിരിക്കാം കേട്ടോ, സങ്കല്പമായിരിക്കാം. ഇതെല്ലാം മിത്തുകളായിരിക്കാം. ആ മിത്തുകളിൽ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ നൽവശങ്ങൾ മാത്രമാണ്. ആ മിത്തിൽ പറയുന്നത് എന്താണ്? മാവേലി തമ്പുരാന്റെ ഭരണം ഇങ്ങനെ നന്നായിട്ട് പോകുമ്പോൾ കുറെ പേർക്ക് അസൂയ തോന്നി, ദേവന്മാർക്ക് പോലും അസൂയ തോന്നി എന്നാണ് നമ്മുടെ കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം ഒരു വാമനം വന്നു, ചവിട്ടി താഴ്ത്തി എന്നാണ് ഐതിഹ്യം. ചവിട്ടി താഴോട്ടിലേക്കാണോ താഴ്ത്തിയത്, ചന്ദ്രനിലേക്കാണോ മേലോട്ടാണോ, അതൊന്നും നമുക്കറിയില്ല. പ്രവാസ ലോകത്തേക്ക് ആണെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാവേലിയെയും ചവിട്ടി താഴ്ത്തി അല്ലെങ്കിൽ എങ്ങോട്ടോ പ്രവാസ ലോകത്തേക്ക് ഓടിച്ചു വിട്ടു. നമ്മളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ നേടി മാവേലി മാതിരി ഒരുപക്ഷെ നമ്മൾ ചവിട്ടി താഴ്ത്തപ്പെട്ടവരല്ല എങ്കിൽ പോലും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ നേടി നമ്മൾ ഇവിടെ കുടിയേറി വന്നവരാണ്. അതുകൊണ്ട് ആ മാവേലി തമ്പുരാൻ ഒരു പ്രവാസിയാണെന്ന് വേണം സങ്കല്പിക്കാൻ. അതുകൊണ്ട് മാവേലിയും നമ്മളൊക്കെ ആയിട്ട് വളരെ ഒരു അഭേദ്യമായ ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഓണം വെറും ഒരു മാസത്തിൽ തീർക്കാതെ നമ്മൾ 3 മാസമായി നീട്ടിക്കൊണ്ടു പോകുന്നത്, വിവിധ അസോസിയേഷനുകൾ രൂപീകരിച്ച് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പറഞ്ഞു പോയാൽ ധാരാളമുണ്ട്. ഇവിടെ ഇതേമാതിരി നമ്മൾ സ്നേഹത്തോടു കൂടി, ഐക്യമത്യത്തോടു കൂടി ഇവിടെ വന്ന് ഓണസദ്യ ഉണ്ണുന്നതും നമ്മൾ പരസ്പരം പരിചയപ്പെടുന്നതും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഓണക്കാലത്തെങ്കിലും കണ്ടുമുട്ടുന്നതും പരസ്പരം നമ്മുടെ ഉള്ള സ്നേഹം കൈമാറുന്നതും എല്ലാം മാവേലി തമ്പുരാൻ കാക്ഷിക്കുന്ന, അദ്ദേഹം ആഗ്രഹിക്കുന്ന മാതിരിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മുത്താണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന. അദ്ദേഹം പ്രജകളെ കാണുമ്പോൾ നമ്മളെ ആണ് ഒരു മാതൃകയായിട്ട് അദ്ദേഹം എവിടെയോ പോയി പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടിലേക്ക് പോയാൽ നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നാട്ടിലുണ്ട്. ഞാൻ നാട്ടിലെ ഒരു തരത്തിലും മോശപ്പെടുത്തുകയല്ല, ഇടിച്ച് താഴ്ത്തുകയല്ല. ഓക്കെ, അപ്പൊ നാട്ടിലായിരിക്കുമ്പോൾ ഇപ്പൊ നാട്ടിലെ ഇന്ന് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നാട്ടിനെ പറ്റി ഒരർത്ഥത്തിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ നാട്ടിലേക്ക് 1 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ നമ്മൾ പോകുന്നത് മാവേലി തമ്പുരാൻ പോകുന്ന മാതിരിയോ ഇങ്ങനെയൊക്കെ നാട് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിലായിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വിദേശത്ത് അല്ലെങ്കിൽ ഗൾഫിലെ 7ാം കടൽ കടന്ന് ഒരു ജോലി കിട്ടി ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഓർമ്മകൾ വീണ്ടും നാട്ടിലേക്ക് പറക്കുകയായി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത്, മാമലകൾക്കപ്പുറത്ത് മരതകപ്പച്ച വിരിച്ച്. വീണ്ടും നമ്മുടെ മരതകപ്പച്ചൊന്നുമില്ല, എല്ലാം പോയി. നമുക്കറിയാം, പച്ചക്കറി പോലും ഇല്ല. പച്ചക്കറി പോലും വേറെ നാടുകളിൽ നിന്ന് വരണം. അതേ അവസരത്തിൽ നമ്മുടെ നാട്ടിലായിരുന്നപ്പോൾ നമ്മൾ വലിയ കൃഷിയൊന്നും ചെയ്യില്ല, ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇടും. എന്നാൽ അമേരിക്കയിൽ വന്ന ശേഷം ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ എല്ലാം വീടുണ്ട്. 1 സെന്റ് ഉണ്ടെങ്കിലും 2 സെന്റ് ഉണ്ടെങ്കിലും നമ്മൾ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കും. എൻ്റെ സുഹൃത്തുക്കളിവിടെ ഇരിപ്പുണ്ട്. അപ്പം അദ്ദേഹം എങ്ങനെയുണ്ട് പാവയ്ക്ക മാത്രം കിട്ടി, പടവലയ്ക്ക എങ്ങനെ ഉണ്ടെന്നൊക്കെ അദ്ദേഹം ചോദിക്കാറുണ്ട്. അതാണ് അത് നാട്ടിലില്ലാത്ത ആ വലിയ ഗുണങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആ നാട്ടിലെ ഗുണങ്ങളും ഇവിടുത്തെ നല്ല ഗുണങ്ങളും മാവേലി തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്ന നല്ല ഗുണങ്ങളും അതിൻ്റെ സൽഫലങ്ങൾ നമ്മൾ എടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതേമാതിരി നമുക്കെതിരായിട്ട് നമ്മളെ ചവിട്ടിത്താത്താനായിട്ട് കാല് പൊക്കി നിൽക്കുന്ന വാമനന്മാരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. വാമനന്മാരെ സൂക്ഷിക്കുക എന്ന് മാത്രം. ആ വാമനന്മാരെ മഹാബലി രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ നമുക്ക് സമാധാനമാണ് വേണ്ടത്.
കൊടുക്കുന്നത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓണത്തിൻ്റെ ഓണ മഹോത്സവത്തിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ സമാഹരിക്കുകയാണ്. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഈ വീട്ടിലേക്ക്, ഞാനൊരു വീട്ടുകാരൻ തന്നെയാണ്, ഇതിലേക്ക് ക്ഷണിച്ച് 2 വാക്ക് പറയാൻ അവസരം തന്ന എല്ലാവർക്കും, എന്നെ കേട്ടിരുന്ന, ക്ഷമയോടുകൂടി എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം പുരസ്സരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്റ്റർ എസ് ജോർജ്. നല്ല മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു അല്ലേ? ഓണത്തിൻ്റെ നൊസ്റ്റാൾജിക് മെമ്മറീസ് നമുക്ക് കൊണ്ടുതന്നു. പല പുതിയ അറിവുകളും ആദ്യത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അത് പുതുക്കി തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ സ്പീച്ചിന് വേണ്ടി ഞാൻ ഷാജി ജോസഫ് ചെറുതലത്തിനെ ക്ഷണിക്കാം. ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ബഹുമാനപ്പെട്ട മിസോറി സിറ്റി മേയർ ഹോണറബിൾ റോബിൻ എലക്കാട്ട്, ബഹുമാനപ്പെട്ട AC ജോർജ് സാർ, സംഘടനയുടെ സെക്രട്ടറി ദാസ്മോഹൻ, സെക്രട്ടറി ട്രഷറർ വിനു കുട്ടിയാനി, പ്രോഗ്രാം കോർഡിനേറ്റർ ജോമോൻ ഇടയാടി, സണ്ണി, ആൻഡ് കൺസേൺ പ്രോഗ്രാം ജോമോൻ ജേക്കബ്, കോട്ടയം ക്ലബ് പ്രസിഡന്റ് ജോമോനെ അടിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗ് പ്രസിഡന്റ് ജോസ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയമായ ഓണാശംസകൾ. വളരെയേറെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 1 വർഷക്കാലം മുമ്പ് നമ്മൾ ഇങ്ങനെയൊരു സംഘടനയെ പറ്റി വളരെ ആലോചനകൾ നടന്നിരുന്നു. പക്ഷേ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടുകയും ഒരു സംഘടന രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞ ജാനുവരി മാസം നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാഫോർഡ് മേയർ ഹോണറബിൾ കെൻ മാത്യു സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആ കാര്യങ്ങളെല്ലാം നിങ്ങളറിയാം, അന്ന് നിങ്ങൾ എനിക്ക് അറ്റൻഡ് ചെയ്തതാണ്. നമ്മളെ സംബന്ധിച്ചോളം കുറവലങ്ങാട് എന്ന പ്രദേശത്ത് നിന്ന് ഇവിടെ വന്ന് നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതാണ് മനസ്സിലായത്. ഏതായാലും നമ്മൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും കൂട്ടായ്മയോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ ഈ സ്റ്റേജും ഈ കാര്യങ്ങളെല്ലാം. ഇതിന് മെയിൻ ആയിട്ട് ചേരുന്നത് നമ്മുടെ ജോമോനാണ്, കൾച്ചറൽ പ്രോഗ്രാം കോർഡിനേറ്റർ ജോമോനാണ് ഈ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓണത്തിൻ്റെ വിത്തും അതിൻ്റെ ആശയവും ഒക്കെ അതിനെപ്പറ്റി AC ജോർജ് സാറ് സംസാരിച്ചാണ്, ഞാൻ അതിലൂടെ കിടക്കുന്നില്ല. കുറവലങ്ങാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അതിപുരാതനമായ ഒരു പ്രദേശമാണ്. 1-ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ ആളുകളുടെ താമസമുണ്ടായിരുന്ന തെളിവുകളുണ്ട്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്ക് ബുക്ക് വായിക്കാൻ ഇടയായി. നമ്മുടെ ദേവമാതാക്കളുടെ പ്രിൻസിപ്പളായിരുന്ന ജോർജിയോൺ നീതി സാറ് വളരെ കാലം പഠനം നടത്തി, ചരിത്ര പഠനം നടത്തി. അദ്ദേഹം എഴുതിയ കുറവലങ്ങാട് ദ സാങ്ക്ടിറ്റി ഓഫ് കമ്മ്യൂണിറ്റി എന്ന ഒരു ബുക്ക് വായിക്കാനിടയാണ്. അതിൽ നിന്ന് എനിക്ക് 3 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. കുറവലങ്ങാടിൻ്റെ പേരിൻ്റെ ഉത്ഭവം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അത് കുറവലങ്ങാട് കുറവില ആണ്. മറ്റ് പ്രദേശങ്ങൾ സറൗണ്ടിങ് ഏരിയയിലെ അപേക്ഷിച്ച് കുറവുള്ള ഇല ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ ആളുകൾ താമസിച്ചു. എങ്ങനെയാണ് ആദ്യം നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, കുറവ് താമസിച്ചിരുന്ന പ്രദേശം പിന്നീട് ആളുകൾ അങ്ങോട്ട് കുടിയേറുകയും പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്ന് കുടിയേറുകയും അവിടെ താമസിച്ചു. ആ പ്രദേശം കുറവലങ്ങാടായിരുന്നു. എന്നാൽ അദ്ദേഹം അത് കൃത്യമായിട്ട് പറയുന്നത് ഒരു 15-ാം നൂറ്റാണ്ട് തൊട്ടുള്ള 16-ാം നൂറ്റാണ്ടിലൊക്കെ വന്നിരിക്കുന്ന മിഷണറിമാരുടെ ചരിത്രലേഖനങ്ങളിൽ നിന്നും അദ്ദേഹം പറഞ്ഞത് ഈ പ്രദേശം കുരുമുളക് വ്യവസായത്തിൻ്റെ ഒരു ഹബ്ബായിരുന്നു. അതായത് കിഴക്കൻ മേഖലയായ പാല, തൊടുപുഴ, കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്ന് കുരുമുളക് ശേഖരിച്ച്
താരതമ്യേന സഞ്ചാര സൗകര്യമുണ്ടായിരുന്ന, അതായത് അന്ന് മെയിനായിട്ട് ജലഗതാഗതമായിരുന്നു. ആ ജലഗതാഗതം ഉണ്ടായിരുന്ന പ്രദേശവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കുറവലിങ്ങാട് കുരുമുളകിൻ്റെ ബിസിനസ് ഹബ്ബായിരുന്നുകൊണ്ട് അങ്ങനെ കുറവലിങ്ങാടായിരുന്നെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. നമ്മൾ ഇങ്ങനെ കൂട്ടുന്നത് അപ്പോൾ നമുക്ക് നമ്മളൊരു പുതിയ സംരംഭത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഇവിടെയും നാട്ടിലുമുള്ള സഹോദരങ്ങളെ സഹായിക്കുന്നതിന് ഒരു ചാരിറ്റി തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. ഇന്ന് അതിനുവേണ്ടി നമ്മളൊരു ഓപ്ഷൻ നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാം അതിൽ സഹകരിക്കണം. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു വിധവ 4 കുട്ടികളുമുണ്ട്, അമ്മയുമുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ വീട് നിർമ്മാണം പകുതി വഴിയിലാണ്. അവരിപ്പോൾ പൊട്ടിയൊഴിച്ച് കിടക്കുന്ന ഒരു ഷെഡിലാണ് കഴിക്കുന്നത്. അവരെ സഹായിക്കുവാൻ വേണ്ടി, അവരുടെ വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഓപ്ഷൻ നടത്തുന്നുണ്ട്. അതിനെല്ലാവരും പ്രത്യേകം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേറെ പ്രത്യേക കാര്യം, നമ്മുടെ മേയറുടെ സൂചിപ്പിച്ചു, നമ്മൾ വേറെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുകാരാകുന്ന സാഹചര്യത്തിൽ മേയർ രണ്ടാമതും മത്സരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മത്സരത്തിന് നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായം, അതായത് നമുക്ക് സഹായം എന്ന് പറയുന്നത് എല്ലാവരും വോട്ട് ചെയ്യാൻ പോവുക, നമ്മുടെ ഒരാൾ ഇങ്ങനെയുള്ള ജനപ്രതിനിധി സഭകളിൽ ആയിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രയോജനമുണ്ട്. മേയറിൻ്റെ ഹോണറബിൾ മേയർ നമുക്കറിയാം, നമ്മൾ ക്ഷണിച്ചു, കഴിഞ്ഞ പ്രാവശ്യം വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഏതാനും തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം തെളിവിച്ച് നമ്മുടെ അടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ സഹായിക്കുക. അടുത്ത പ്രാവശ്യവും പ്രൈമറി ഒക്ടോബർ 20-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ വോട്ടുള്ളവരെല്ലാം വോട്ട് ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സാറ് പറഞ്ഞു, സാറിൻ്റെ കസിനാണ് റോളിങ്ങാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രാർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ യാദൃശ്യമായിട്ട് അഖിലേഷ് സാറിനെ കാണുകയും, അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കസിനാണ് സിറ്റി മേയർ റോബിൻ ലഗേഡ്. അത് മാത്രമല്ല, അപ്പോൾ വേറൊരു ഫാമിലി ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തോ അത്യാവശ്യമായിട്ട് അവർക്ക് ഒരു പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അഖിലേഷ് സാറ് റോബിൻ സാറിൻ്റെ നമ്പർ കൊടുത്തുവിടുകയും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോട്ടയം സോസിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ ചോദിച്ചു പറഞ്ഞു, അത് ഓസ്റ്റിൽ നിന്ന് അവർ വിളിച്ചിരുന്നു, എനിക്ക് അവരെ സഹായിക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു മനസ്ഥിതിയുണ്ട്, അതായത് ആ ഫാമിലിയോട് കൂടി തന്നെ, ആ ഫാമിലിക്ക് തന്നെ. കാരണം നാട്ടിലിരിക്കുന്ന അഖിലേഷ് സാറ് എന്താണ് റോബിൻ സാറിന് വേണ്ടി PR വർക്ക് ചെയ്യുകയാണ്. അപ്പം നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ അദ്ദേഹത്തെ സഹായിക്കുക. ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ ഹൃദയംഗമായ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഷാജി. വളരെ ഹൃദ്യമായ വാക്കുകളായിരുന്നു ഷാജിയുടേത്. അടുത്തതായിട്ട് നിങ്ങൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളും സ്ത്രീജനങ്ങളും എല്ലാം താലപ്പൊലിയൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് മാവേലിയെ എഴുന്നള്ളിക്കലാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ആഘോഷങ്ങൾ വർഷത്തിലൊന്നും വരത്തുള്ളൂ. പക്ഷേ ഇപ്പം മേയറിൻ്റെ പറഞ്ഞ പോലെ 15 പ്രാവശ്യം വന്നു. എന്നാലും നമ്മൾക്ക് വേണ്ടി ഒരു വട്ടം കൂടി വരാൻ പുള്ളി റെഡിയാകുന്നുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി സ്റ്റേസി ജോർജ് ഇടയ്ക്ക് പാടിയതുപോലെ മാവേലി നാടുവാണിയുടെ കാലവും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ പരിപാടിയുടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങാം. എല്ലാവരും വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് മാവേലിയെ സ്റ്റേജിലേക്ക് എഴുന്നള്ളിക്കുക. So I urge everyone to just move out to the hall. Thank you.
ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികൾക്കും അതുപോലെ തന്നെ കുറവലങ്ങാട് അസോസിയേഷന്റെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയംഗമായ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു മാവേലി. നമ്മുടെ ഔദ്യോഗികമായ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. വർണ്ണാഭമായ കലാപരിപാടികളാണ് നമ്മളുടെ കുറവലങ്ങാട് അസോസിയേഷന്റെ അംഗങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് I want everybody to sit and relax and enjoy the cultural items. ആദ്യമായിട്ടുള്ള പരിപാടി ഡാൻസ് ബൈ ജസ്മിയ ജയേഷ്.